ഡൊമിനിക് സാവിയോ ഇറ്റലിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായി ജീവിച്ച് വിശുദ്ധനായി തീർന്നു. പ്രാർത്ഥനയ്ക്കും വിശുദ്ധിക്കും ഏറെ പ്രാധാന്യം നൽകിയ ഡൊമിനിക് സാവിയോ വിദ്യാർത്ഥികളുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്നു. ഈ വിശുദ്ധന്റെ ജീവിതത്തിലെ ഏതാനും സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. വിശുദ്ധ സ്കൂൾ ലൈഫിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എടാ ബെന്നി, നീ എന്തിനെ പേരെടുത്തേ? ഞാൻ ആടി പേനൊന്നും എടുത്തിട്ടില്ല. നീ ഒന്ന് പൊക്കിയ ചുമ്മാ. കള്ളം പറയാതിന് പേനാണ് മര്യാദക്ക്. എന്തിനു ഞാനാടി പേനെടുത്തിട്ടില്ല? കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കോടുന്നത്? ഇവൻ കള്ളനാണ്. ഇവനെന്നെ പേനെടുത്തു. ഞാൻ എടുത്തിട്ടില്ല. ഇവന്റെ പേന കാണാതെ പോയതിന് ഞാൻ എന്ത് വേണം? നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ വാ, നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. ഇത് നോക്കിക്കേ, ഇതാണോ നിന്റെ പേന? ആ, ഇതാണല്ലോ എന്റെ പേന. സോറിയടാ, ഞാൻ വെറുതെ തെറ്റിരിച്ചു. താങ്ക് യു ഡൊമിനിക്. നീ തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ വഴക്ക് തീർന്നു. നമ്മൾ കൂട്ടുകാരല്ലേ, അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കണം. അപ്പോൾ ഈശോയ്ക്ക് നമ്മെ ഒത്തിരി ഇഷ്ടമാകും. ഡൊമിനിക്ക്, നമുക്കൊരു മാച്ച് ആയാലോ? നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? ഇന്നലത്തെ പോലെ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ റെഡി. നന്നായി എക്സസൈസ് ചെയ്താൽ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും. അതെങ്ങനെയാ? ഈ പ്രാർത്ഥന എക്സസൈസും തമ്മിൽ എന്താ ബന്ധം? എക്സസൈസ് ശരീരത്തിന് നല്ല ഉന്മേഷവും എനർജിയും നൽകുന്ന പോലെ പ്രാർത്ഥന നമ്മുടെ മനസ്സിന് ശക്തിയും ഈശോയിൽ ജീവിക്കുവാനുള്ള എനർജിയും നൽകും. ആഹാ, അത് കൊള്ളാലോ. നമുക്കെന്നാ വേഗം കളിക്കാൻ പോവാം. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ ആയിരുന്നു വിശുദ്ധ ഡൊമിനിക്കിന്റെ ജീവിതവും. മാതാപിതാക്കളെ സ്നേഹിച്ചും സഹായിച്ചും അവർക്ക് വിധേയനായി അവൻ ജീവിച്ചു. നീ എവിടെയാ മോനെ? നീ എവിടെയാ? ഡൊമിനിക്കേ, നീ എവിടെയാ? നീ എവിടെയാ? എടാ, നീ ഇവിടെ എന്തെടുക്കുവാ? എത്ര നേരമായി ഞങ്ങൾ നിന്നെ അന്വേഷിക്കുന്നു. അപ്പാ, ഞാൻ ഈശോയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച ഞാൻ കേട്ടില്ല. പപ്പ ജോലിക്ക് പോവാൻ റെഡിയായോ? ഞാൻ റെഡിയായി. വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. മോളെ വാ, ഭക്ഷണം കഴിക്കാം. എല്ലാം എടുത്തു വെക്ക. ശരി അമ്മേ. നിക്ക് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. എങ്കിൽ നീ തന്നെ പ്രാർത്ഥിക്ക്. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭക്ഷണവും പാനീയവും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ തിന്മയിൽ നിന്ന് അകറ്റണമേ. നിത്യജീവനിൽ ഞങ്ങൾക്കൊരു പങ്ക് തരണമേ. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം. പപ്പ, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. വേണ്ട മോനെ, ഞാൻ തന്നെ എടുത്തോളാം. പപ്പ, ഈശോ മാതാവിനെയും യോസേപ്പ് പിതാവിനെയും സഹായിച്ചതുപോലെ എനിക്കും സഹായിക്കണം. അപ്പോൾ ഈശോയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാകും. മോനെ, നിന്റെ ചിന്തകളും തീരുമാനങ്ങളും ദൈവികമാകട്ടെ. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോയി വരാം. അമ്മേ, ഞാൻ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകുവാണ്. മോന് സന്തോഷമായോ? ഒരുപാട് സന്തോഷമായി. അമ്മേ, എന്റെ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണം. മേലിൽ ഞാൻ നന്നായി പഠിച്ചോളാം. മുതിർന്നവരെ ഞാൻ ബഹുമാനിക്കും. അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. മോനെ, നിന്നെക്കൊണ്ട് സന്തോഷമല്ലാതെ മറ്റെന്താണുള്ളത്? നിന്നെ എന്നും ദേവര പ്രസാദത്തിൽ നിലനിർത്തുവാൻ നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പ്രഥമ ദിവ്യകാലം സ്വീകരിച്ച അന്നേ ദിവസം ഡൊമിനിക് ഒരു തീരുമാനം എടുത്തു. അവൻ തന്റെ ഡയറി എടുത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി 4 പ്രതിജ്ഞ എഴുതി വെച്ചു. 1. ഞാൻ ഇടയ്ക്കിടെ കുമ്പസാരിക്കും. 2. തിരുനാൾ ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. 3. ഈശോയും മറിയും ആയിരിക്കും എന്റെ സ്നേഹിതർ. 4. പാപം ചെയ്തതിനേക്കാൾ ഭേദം മരണമാണ്. വിശുദ്ധിയിൽ വളർന്നു വന്ന ഡൊമിനിക് തന്റെ 12ാം വയസ്സിൽ ഒരു സുപ്രധാന തീരുമാനം എടുത്തു. അന്ന് മിസ്റ്റർ ഡോൺ ബോസ്കോ നടത്തിയിരുന്ന ഓറോട്ടോറിയത്തിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ഫാദർ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ, വരൂ. നീ വന്നത് ഇവിടെ ചേർന്ന് പഠിക്കാനല്ലേ? അതെ ഫാദർ. ആ, ഇതെന്താ ഫാദർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നീ നിന്റെ ആത്മാവിനെ തരിക, മറ്റുള്ളതെല്ലാം എടുത്തു മാറ്റുക. ആ, എനിക്ക് മനസ്സിലായി ഫാദർ. എന്റെ സമ്പത്തോ മറ്റൊന്നുമല്ല ദൈവത്തിന് വേണ്ടത്, മറിച്ച് എന്റെ ആത്മാവാണ്. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. ഫാദർ, ഒരു വിശുദ്ധനാകാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം?
നീ നിന്റെ കൂട്ടുകാരെ നല്ലവരാകാൻ സഹായിക്കുക. അപ്പോൾ നീ ഒരു വിശുദ്ധനായി തീരും. ഡോൺ ബോസ്കോയുടെ വാക്കുകൾ കേട്ട് ഡൊമിനിക് കുട്ടികൾക്ക് വേണ്ടി അമലോത്ഭവ മാതാവിന്റെ പേരിൽ ഒരു സോളിഡാരിറ്റി സ്ഥാപിച്ചു. താമസിയാതെ ഡൊമിനിക്കിന് അസുഖം ബാധിച്ചു. ദിവസം ചെല്ലുന്തോറും ഡൊമിനിക്കിന്റെ അസുഖം കൂടി വന്നു. തീർത്തും വയ്യാതായപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോൺ ബോസ്കോ അവനെ സ്വന്തം വീട്ടിലേക്ക് അയച്ചു. ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കാത്തിരിക്കും. നിങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കണം കേട്ടോ. മാർച്ച് 9 ഡൊമിനിക്കിന്റെ ജീവിതത്തിലെ അവസാന ദിവസം. മരണം അടുത്തുവെന്ന് അവന് മാത്രമേ മനസ്സിലായുള്ളൂ. പപ്പ, എനിക്ക് ദിവ്യനാഥനെ സ്വീകരിക്കാൻ സമയമായോ? വികാരിയച്ഛനെ വിളിക്കാവോ? പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ പപ്പ, നല്ല മരണത്തിനായി പ്രാർത്ഥിക്കൂ പപ്പ. പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. എത്ര സുന്ദരമായ കാഴ്ചകൾ. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. 1857 മാർച്ച് 9 ആ കൊച്ചു വിശുദ്ധൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് പിതാവിന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. 1950 പിയൂസ് 11 മാർപ്പാപ്പ ഡൊമിനിക്കിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1954 പിയൂസ് 12 മാർപ്പാപ്പ അവനെ വിശുദ്ധനായി ലോകത്തിന് സമ്മാനിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. നമ്മളെ പഠനത്തിൽ സഹായിക്കുന്ന, നമ്മോടൊപ്പം കളിക്കുന്ന, വഴക്കിടുമ്പോൾ പിടിച്ചു മാറ്റുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ട്. അവരൊക്കെ ഡൊമിനിക് സാവിയെ പോലെ വിശുദ്ധരല്ലേ? നമുക്കും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി വിശുദ്ധരായി ജീവിക്കാം. അതിന് ഡൊമിനിക് സാവിയോയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.